ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്വിറ്റ്സർലാൻഡിലെ റെയിൻഫാൾസ് എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ജർമ്മൻ ബോർഡറിനായിട്ട് തൊട്ടടുത്ത് തന്നെ കിടക്കുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സവിശേഷതകളും വ്യൂ പോയിൻറ്റുകളും ബോട്ട് സർവീസൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വിറ്റ്സർലാൻഡിലെ റെയിൻഫാൾസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ്. അവിടുത്തെ വലിയ തിരക്കൊന്നും നമ്മൾ കണ്ടൊന്നുമില്ല. ചെന്നപ്പോൾ തന്നെ വളരെ ഫ്രീ ആയിട്ട് ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു അടിപൊളിയൊരു വെള്ളച്ചാട്ടം നമ്മൾ ദൂരെ കാണുന്നത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ഈ റെയിൻഫാൾസ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഏറ്റവും വലുതും നീളം കൂടിയതും അതുപോലെ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയിട്ടുള്ള വെള്ളച്ചാട്ടമാണ് റെയിൻഫാൾസ് സ്ഥിതി ചെയ്യുന്നത് ജർമ്മനിയുടെ ബോർഡറിൽ തന്നെയാണ്. ജർമ്മനിയിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് വരാൻ പറ്റിയിട്ടുള്ള ഏതൊരു സ്ഥലം ഈ സ്വിറ്റ്സർലാൻഡിലെ റെയിൻഫാൾസാണ്. ജർമ്മനിയിൽ നിന്ന് നമുക്ക് ബാസൽ SBB വരെ നമുക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റിലെടുത്ത് വരാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഏകദേശം 1 മണിക്കൂർ ട്രെയിൻ യാത്രയുണ്ട്. അത് നമുക്ക് ജർമ്മൻ ടിക്കറ്റ് വെച്ച് തന്നെ യാത്ര ചെയ്യാൻ പറ്റും. പ്ലസ് അവിടെ നിന്നൊരു €5 ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റെയിൻഫാൾസിലേക്ക് എത്താൻ പറ്റും. ഇതിൻ്റെ ലൊക്കേഷനൊക്കെ നമുക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ഒരു മനോഹരമായിട്ടുള്ള ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു നദി പോലെ നമുക്ക് റെയിൻഫാൾസിനെ കാണാനായിട്ട് പറ്റും. ചെറിയ ഒരു വെള്ളച്ചാട്ടമാണ് എന്നാണ് നമ്മൾ ഇവിടെ നോക്കി കാണുമ്പോൾ കാണാൻ പറ്റുക. ഈ റെയിൻഫാൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെറും 30 മീറ്റർ മാത്രമാണ് ഇതിൻ്റെ ഹൈറ്റായിട്ടുള്ളത്. ഈ 30 മീറ്റർ എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ്. നമ്മുടെ അതിരപ്പള്ളിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു വെള്ളച്ചാട്ടമാണ്. ഈ വെള്ളം തന്നെ കാണുമ്പോൾ നല്ല പച്ചയും നീലയും നിറത്തിൻ്റെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളച്ചാട്ടം പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല ക്ലൗഡിയാണ് നമ്മൾ ചെന്ന സമയത്ത്. എങ്കിലും നല്ല രസമായിട്ട് ഈ വെള്ളച്ചാട്ടം നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. ഈ റെയിൻഫാൾസിനെ കുറിച്ച് പറയുമ്പോൾ ഏകൊരു കാര്യം പറയാനായിട്ടുള്ള സ്വിറ്റ്സർലാൻഡ് എങ്ങനെയാണ് ഒരു ടൂറിസം ഡെവലപ്പ് ചെയ്തതെന്ന് നമുക്ക് കൃത്യമായിട്ട് ഈ റെയിൻഫാൾസ് മാത്രം കണ്ടാൽ മതി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം, അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി കുറേയധികം വ്യൂ പോയിൻറ്റുകൾ, അതായത് ഒരു ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ഹാഫ് ഡേ അവിടെ ചിലവഴിക്കാവുന്ന രീതിയിൽ ചുറ്റിലും ആ ഒരു വ്യൂ പോയിൻറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ രണ്ടാമത്തെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. എല്ലാവരും വ്യൂ പോയിൻറ്റുകളൊക്കെ കണ്ട് ആസ്വദിച്ച് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പ്രൗഢിയും ഗംഭീരമൊക്കെ ആസ്വദിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തീവ്രത എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടൊക്കെ പറ്റുക. ഏകദേശം 25ഓളം വ്യൂ പോയിൻറ്റുകൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഹെലിക്യാം വ്യൂ എന്ന് പറയുന്നത്. ദൂരെയായിട്ടൊരു പാലമുണ്ട്, റെയിൽവേ പാലമാണ്. ഇതിവിടെ നമുക്ക് നടക്കാനൊക്കെ പറ്റും. പ്ലസ് താഴേക്ക് വരുമ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ കുറേയൊക്കെ ഗൗരവത്തോടു കൂടി നല്ല വെളുത്ത നിറത്തിലും പച്ച നിറത്തിലും നീല നിറത്തിലൊക്കെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു കളർ പോലെയൊക്കെയാണ് നമുക്ക് തോന്നുക. ശരിക്കും ഒരു പാലൊഴുകി വരുന്ന പോലെയൊക്കെയാണ് നമ്മൾ ആ വെള്ളച്ചാട്ടത്തിനെ നോക്കി കാണുമ്പോൾ കാണാനായിട്ട് സാധിക്കാം. നല്ല ശുദ്ധജലം കേട്ടോ, അധികം കലക്കവെള്ളമൊന്നുമില്ല, നല്ല ശുദ്ധജലം പോലെയായിട്ടാണ് നമുക്കതിനെ കാണാനായിട്ടൊക്കെ പറ്റുക. ഇതാണ് അതിൻ്റെ ഏറ്റവും ഹൈ പോയിൻ്റ് എന്ന് പറയുന്നത്. ശരിക്കും നല്ലൊരു ഫ്രെയിമായിട്ട് എനിക്കിതിന് തോന്നിയിട്ടോ. ആ ഒരു വെള്ളച്ചാട്ടം എങ്ങനെയാണ് ഒഴുകി വരുന്നതെന്നും ആ ഒരു താഴത്തെ വെള്ളമൊക്കെ ആയിട്ട് മെർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാനെടുക്കാൻ പറ്റും. അതിൻ്റെ റോക്കും ബാക്കി കാര്യങ്ങളും വെള്ളമൊക്കെ ഒഴുകി വരുന്ന ആ ഒരു സെറ്റപ്പൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് ഹൈ വ്യൂ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ പറഞ്ഞതുപോലെ തന്നെ വ്യൂ പോയിൻറ്റുകളാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള. പല വ്യൂ പോയിൻറ്റുകളും പെയ്ഡുമാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് അവർ കുറേയധികം കാശുകൾ ഉണ്ടാക്കുന്നത്. ഓരോ വ്യൂ പോയിൻറ്റിലേക്ക് വരുമ്പോഴും നമുക്കവിടെ പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷമാണ് അകത്തേക്ക് കയറാനായിട്ട് പറ്റുക. വെള്ളച്ചാട്ടത്തിലേക്ക് കയറാനായിട്ട് അധികം എൻട്രി ഫീ ഒന്നുമില്ല. ഇത് കുറച്ചും കൂടെ താഴേക്ക് വരുമ്പോൾ ഉള്ള വ്യൂ പോയിൻ്റാണ്.
നമ്മൾ ശരിക്കും ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ വ്യൂ പോയിൻറ്റുകൾ കണ്ട് ആസ്വദിക്കുക. ഒപ്പം തന്നെ ബോട്ടിംഗ് സർവീസും ഉണ്ട്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയിലേക്ക് പോകാനും സെൻറ്ററിലുള്ള വലിയ പാറയുടെ മുകളിൽ കയറി എന്നൊക്കെ കാണാനായിട്ടുള്ള ബോട്ടിംഗ് സർവീസും ഉണ്ട് കേട്ടോ. അങ്ങനെ വ്യൂ പോയിൻറ്റുകൾ കണ്ട് നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആ വെള്ളത്തിൻ്റെ ലെവലിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് പറ്റും. അതിനുശേഷം കുറച്ച് കണ്ടതിന് ശേഷമാണ് നമ്മൾ ബോട്ടിംഗ് സർവീസൊക്കെ എടുത്തിട്ട് പോകാനായിട്ട് പറ്റാം. ഒത്തിരി അധികം ആൾക്കാർ സൺലൈറ്റ് കൊള്ളാനും കുറേയധികം ഫോട്ടോ എടുക്കാനും ഒക്കെ അവിടെ ചുറ്റും കൂടിയിട്ടുണ്ട്. കുറേയധികം ഇന്ത്യക്കാരെയും കാണാനായിട്ട് പറ്റി കേട്ടോ. ഏകദേശം 30-40% ആൾക്കാർ സ്വിറ്റ്സർലാൻഡിൽ ചെന്നപ്പോൾ ഇന്ത്യക്കാരായിരുന്നു അല്ലെങ്കിൽ ഏഷ്യക്കാരായിരുന്നു. അപ്പുറത്തായിട്ട് ദൂരെ ഒരു കാസിൽ പോലെ ഒരു സംഭവം നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റും. അതിൻ്റെ മുകളിലേക്ക് കയറണമെങ്കിൽ എൻട്രി ഫീ ഉണ്ട്. ഈവൻ ലിഫ്റ്റിൽ കയറണമെങ്കിൽ പോലും നമുക്ക് എൻട്രി ഫീ ഉണ്ട്. വാട്ടർഫാൾസിന് മാത്രമാണ് ശരിക്കും എൻട്രി ഫീ ഇല്ലാത്തുള്ളൂ. യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട എല്ലാ രാജ്യങ്ങളുടെ പതാകകൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് എല്ലാവരുടെയും കൂടിയാണ് ഒരു യൂണിറ്റീനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വ്യൂ പോയിൻ്റാണ് നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് കാണുമ്പോൾ ഉണ്ടാകുന്നത് പോലെ. ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം ഒരു തടാകം പോലെയൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട്. അതിലൂടെയാണ് ഈ ബോട്ടിംഗ് സർവീസുകൾ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇതാണ് ഒരു ഹെലിക്യാം വ്യൂ. ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ്. ഈ രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ രണ്ട് ധ്രുവങ്ങളായിട്ടാണ് തോന്നുക. ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിലൊരു കാസിലാണ്. അതിൻ്റെ ഒരു ബ്യൂട്ടിയും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ബ്യൂട്ടിയും കൊണ്ട് നമുക്ക് ഒന്നിച്ച് ആസ്വദിക്കാനായിട്ട് പറ്റും. അപ്പുറത്തെ സൈഡിലായിട്ട് ന്യൂ ഹൗസൻ എന്ന് പറയുന്ന വില്ലേജാണ്, അല്ലെങ്കിൽ ചെറിയൊരു പട്ടണമാണ്. ഇനി ഇവിടുത്തെ ബോട്ടിംഗ് സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഡാർക്ക് കളറുണ്ട്. അങ്ങനെ പല കളറുകളിലായിട്ടാണ് അവർ ഈ ബോട്ടിംഗ് സർവീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ ബോട്ടിംഗ് സർവീസിൻ്റെ ലെങ്ത്തും പോകുന്ന സ്ഥലങ്ങളൊക്കെ തമ്മിൽ ഒത്തിരിയധികം വ്യത്യാസങ്ങളുണ്ട്. നമ്മളെടുത്തത് ബ്ലൂ ആണ് കേട്ടോ. ബ്ലൂ സർവീസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റായിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്കുണ്ടാകുക. കുറച്ച് ചങ്കെടുപ്പോട് കൂടിയൊക്കെ മാത്രമാണ് നമുക്കത് ആസ്വദിക്കാനൊക്കെ പറ്റുള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വിഷ്വൽസൊക്കെ കാണാം കേട്ടോ. ശരിക്കും ആ വെള്ളത്തിൻ്റെ കളറും ആ മെർജ് ചെയ്ത് വരുന്ന രീതിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല രസമാണ്. ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം ഇത്രമാത്രം നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കാണാനായിട്ടൊക്കെ പറ്റും. ഏറ്റവും സെൻട്രലായിട്ട് സ്വിറ്റ്സർലൻഡിൻ്റെ പതാകയാണുള്ളത്. ആ കാണുന്ന റോക്കിലേക്ക് നമുക്ക് കയറാവുന്ന കേട്ടോ. ഏറ്റവും സെൻട്രലിലുള്ള റോക്കിലേക്ക് നമുക്ക് ബോട്ട് സർവീസ് വഴിയായിട്ട് കയറാവുന്നതാണ്. അവിടെ ചെന്ന് അധികം വലിയ വ്യൂ പോയിൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറിയില്ല. നമ്മൾ ശരിക്കും എടുത്തത് വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു എക്സ്പീരിയൻസ് കാണാനായിട്ടാണ്. ഇതാണ് എനിക്ക് അവിടെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിം കിട്ടിയത്. ആ വെള്ളം ഇങ്ങനെ മെർജ് ചെയ്ത് വരുന്ന ഒരു രീതിയൊക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു. ഇവിടെ ഗ്രൂപ്പായിട്ട് വന്നാലും നമുക്ക് ഇരിക്കാനായിട്ടൊക്കെ നല്ല സ്പേസൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ. ഈ സ്വിറ്റ്സർലൻഡിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അവരവരുടെ ടൂറിസത്തിൻ്റെ സാധ്യതകളും മാക്സിമം ഉപയോഗിച്ചിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചെറിയ സ്ഥലമാണെങ്കിലും അതിൻ്റേതായ മനോഹാരിതയിൽ അവർ കീപ്പപ്പ് ചെയ്യുന്നുണ്ട് ടൂറിസ്റ്റുകളെയൊക്കെ അട്രാക്റ്റ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് അവിടെ ബോട്ട് സർവീസിന് വേണ്ടിയിട്ടാണ്. സൈഡിനകത്ത് നമുക്കൊരു ബോർഡ് കാണാനായിട്ട് പറ്റും. ഇവിടെ ഏതൊക്കെ മീനുകളുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ മീനുകളാണ് ഈ റെയിൻ നദിയിൽ ഉള്ളത് എന്ന് അവർ ചൂണ്ടിക്കാണിക്കാനാട്ടോ. നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ അവിടെ കുറച്ച് അരയണ്ണത്തിൻ്റെ മീനുകളൊക്കെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. നമ്മൾ ചിലപ്പോൾ തോന്നും ഇത് ഇങ്ങനെ അവർ അറേഞ്ച് ചെയ്തിട്ടതാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒഴുക്കിനെതിരായിട്ട് വന്ന് നിൽക്കുന്ന കുറേയധികം മീനുകളാണ്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അവരൊരു പേടിയില്ലാതെ വളരെ കൂളായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ആരും അതിനൊരു ഉപദ്രവം ചെയ്യുന്നില്ല. പിന്നെ അവിടെ ചൂണ്ടയിടാനായിട്ട് അനുവാദമുണ്ട്. അനുവാദമുള്ളവർക്ക് മാത്രമാണ് അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന് പിടിക്കുന്നതിനൊരു സൈസും അവർ കൃത്യമായിട്ട് നിർവചിച്ച് എഴുതി അവിടെ ബോർഡും വെച്ചിട്ടുണ്ട്. അത് താഴെ ഉള്ളതാണെങ്കിൽ അവിടെ തന്നെ ലീവ് ചെയ്യണമെന്നാണ് നിയമം.
അങ്ങനെ നമ്മുടെ ബോട്ട് സർവീസിലേക്ക് നമ്മൾ പോവുകയാണ്. ഏകദേശം 18 യൂറോയാണ് നമുക്ക് അതിനായിട്ട് വേണ്ടി വന്നിരുന്നത്. ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റും അതിനോട് തന്നെ അനുബന്ധിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ പോലും ഈ റെയിൻ ഫാൾസിൻ്റെ ഭംഗി നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. പറഞ്ഞതുപോലെ എല്ലാ സ്ഥലത്തും ഒരു വ്യൂ പോയിൻറ്റുകൾ അറേഞ്ച് ചെയ്ത് അവിടെ മാക്സിമം ആൾക്കാർ അവിടെ സ്റ്റേ ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് അവരെടുത്തിരിക്കുന്നത്. നമ്മൾ ബ്ലൂ കളറിലുള്ള ബോട്ട് സർവീസാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളൊരു ചെറിയൊരു വെയിറ്റിംഗ് ആട്ടോ. എല്ലാ 20 മിനിറ്റ് ഉള്ളപ്പോഴാണ് ഈ ബോട്ട് സർവീസ് ഉള്ളത്. യെല്ലോ എന്ന് പറയുന്നത് ഇതിനെ ചുറ്റും പോകുന്ന ഒരു ബോട്ട് സർവീസാണ്. ഏകദേശം 30 മിനിറ്റ് ആണുള്ളത്. അത് അത്ര വലിയ വർത്തായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ബ്ലൂ ആണ് എനിക്ക് കുറച്ചും കൂടെ ഒരു എക്സൈറ്റിങ് ത്രില്ലിങ് ആയിട്ടൊക്കെ തോന്നി കേട്ടോ. ഈ എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ശരിക്കും ജീവൻ അങ്ങോട്ട് എടുത്ത് പോകണ പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെയാണ് ആ ഫാൾസിൻ്റെ ഉള്ളിലേക്കൊക്കെ അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ. അങ്ങനെ നമ്മൾ ബോട്ട് സർവീസ് ആരംഭിക്കുകയാണ്. നമ്മുടെ ഡ്രൈവർ അത്യാവശ്യം നല്ല കുറച്ച് പ്രായമുള്ള ഒരു വ്യക്തിനെ പോലെയൊക്കെ തോന്നി. പക്ഷെ നല്ല എക്സ്പീരിയൻസ്ഡ് ആണ് കേട്ടോ ആൾ. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ആ ഒരു റെയിൻ ഫാൾസിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള ഏരിയയിലേക്കാണ് പോകുന്നത്. ഇതിന് അത്യാവശ്യം നമുക്ക് സൗണ്ടിലൊന്ന് കേട്ട് പോകാം. നല്ല അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ ശരിക്കും നമ്മൾ പേടിക്കുന്നൊരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു. ബോട്ട് മറയോ തിരിയോ അങ്ങനെയുള്ളൊരു നല്ലൊരു പേടിയുണ്ടായിരുന്നു. അത്യാവശ്യം ക്യാമറ പിടിക്കാനായിട്ടായാലും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ബോട്ടുമേ പിടിച്ചാണ് ഇരുന്നായിരുന്നത്. നല്ല ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എൻ്റെ വോയിസോട് കൂടി തന്നെ നമുക്ക് കേട്ട് നോക്കാം. അങ്ങനെ ഒന്നാമത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമതായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ സൈഡിൽ, അതിനകത്തേക്കാണ് ഇനി ബോട്ട് കുത്തിക്കയറ്റാനായിട്ട് പോകുന്നത്. നേരത്തെ തന്നെ നല്ല രീതിയിലുള്ള പേടിയോടുകൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയത്. ഈ ബോട്ട് സർവീസ് ഏകദേശം ഒരു 20 മിനിറ്റാണ് കേട്ടോ. ഏകദേശം 18 യൂറോ ആയിരുന്നു. ഏകദേശം ഒരു 1700 രൂപയാണ് നമുക്ക് ചിലവായത്. എങ്കിലും എല്ലാവരും ഇവിടെ വന്നതിന് ശേഷം ഈ ബോട്ട് സർവീസ് എടുത്തിട്ട് മാത്രമാണ് പോകാറുള്ളത്. നല്ല രസമായിരുന്നു, വർത്തായിട്ട് തോന്നി. നല്ലൊരു വർത്തായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു.
നമ്മൾ രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോട്ടോ. ഡ്രൈവറിന് ഒരു പേടി ഉണ്ടായിരുന്നില്ല, നന്നായിട്ട് ഉള്ളിലേക്ക് കുത്തി കയറ്റുന്നുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് തിരിച്ച് ബോട്ട് വരുന്നവരെ അവരിങ്ങനെ കുത്തി കയറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസും ആയിരുന്നു. നമ്മൾ കാണുമ്പോൾ കാണാൻ പറ്റും, നമ്മൾ ഫ്രെയിമിനകത്തൊരു മഞ്ഞ ബോട്ട് പോകുന്നുണ്ട്. ആ ബോട്ടിലാണ് പോയി കഴിഞ്ഞാൽ സെൻട്രലിലുള്ള റോക്കിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് പറ്റുക. അവിടെ നമുക്ക് ഏകദേശം ഒരു 15 മിനിറ്റ് സ്റ്റേ ചെയ്യാനും പറ്റും കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് തോന്നി, പക്ഷെ അത്ര വർത്തായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് അതിനകത്ത് നമ്മൾ കയറിയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള രണ്ടാമത്തെ കുഞ്ഞ് വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലേക്ക് ബോട്ട് രണ്ടാമത് കയറ്റുന്നതിൻ്റെ ഒരു വിഷയമാണ് കേട്ടോ. ഇനി നമ്മൾ അപ്പുറത്തെ ഭാഗത്തേക്ക് ഓൾറെഡി കിടക്കാണ്. നമ്മൾ ഇത്രയും നേരം കണ്ടുവരുന്നത് നൗഹാസൻ എന്ന് പറയുന്ന വില്ലേജിനടുത്തായിട്ടുള്ള ഏരിയകളാണ് നമ്മൾ കവറപ്പ് ചെയ്തത്. ഇനി നമ്മൾ നേരെ ഓപ്പോസിറ്റ് കാസിലൊക്കെ ഉള്ളിടത്താണ് നമ്മൾ പോകേണ്ടത്. പറഞ്ഞ പോലെ തന്നെ ഓരോ വ്യൂ പോയിന്റിലേക്ക് കയറുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുക്കണം. ഈ ടിക്കറ്റ് എടുക്കാൻ മാത്രമായിട്ട് ഏകദേശം 5 യൂറോ ആയിട്ട് നമുക്ക് വന്നിരുന്നത്. അത്യാവശ്യം നല്ല വർത്തായിട്ട് തോന്നി. കാരണം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും അടുത്ത് പോയിട്ട് നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന വ്യൂ പോയിൻറ്റ്സുകളൊക്കെ ഈ ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഉണ്ടാകുക. ഇവിടെ കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് ഫോട്ടോ എടുക്കാനും ഇതിൻ്റെ തീവ്രതയൊക്കെ മനസ്സിലാക്കാനായിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയ ചെറിയ കണികകളൊക്കെ നമ്മുടെ ക്യാമറയിലേക്ക് അടിക്കുന്ന രീതിയിൽ അത്യാവശ്യം അവിടെ പോയി നിന്നാൽ എല്ലാവരും തന്നെ നനയുന്നുമുണ്ട് കേട്ടോ. ഈ വ്യൂ പോയിൻ്റ് കാണാൻ ഒത്തിരി അധികം ആൾക്കാരുണ്ട് കേട്ടോ. കുറേയധികം നേരം നമുക്ക് അവിടെ നിന്ന് ചിലവഴിക്കാവുന്നതാണ്. വെള്ളച്ചാട്ടം തൊട്ടടുത്ത് നിൽക്കുന്നതായിട്ടും ആ സൗണ്ടൊക്കെ നന്നായിട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ ഈ ഒരു വ്യൂ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ. നമുക്ക് ദൂരെ നിന്ന് നോക്കിയപ്പോൾ അതൊരു ചെറിയൊരു വെള്ളച്ചാട്ടമാണെന്ന് തോന്നുമായിരുന്നു. പക്ഷെ അടുത്തെത്തി കഴിയുമ്പോഴാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ തീവ്രതയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ടൊക്കെ പറ്റിയത്. കണ്ട ആ ഒരു ബോട്ട് ശരിക്കും റിട്ടേൺ പോയത് ആ ജലത്തിൻ്റെ തീവ്രത കൊണ്ട് മാത്രമാണ്. മാക്സിമം അവരകത്തേക്ക് കയറ്റാവുന്നതിൻ്റെ അത്രയും കയറ്റും. പിന്നെ എൻജിൻ ഫെയിലായി കഴിഞ്ഞാൽ റിട്ടേൺ പോകേണ്ട ഒരു അവസ്ഥ എത്തുമ്പോൾ മാത്രമാണ് അവർ തിരിച്ചു പോകുന്നുള്ളൂ. നമുക്ക് നോക്കിക്കഴിയാൻ കാണാൻ പറ്റും ആ വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് തന്നെയാണ് ആ വ്യൂ പോയിൻ്റ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല രസമായിട്ട് വെള്ളം ശരിക്കും കുത്തി ഒഴുകി വരുന്ന ആ ഒരു ഫീല് നമുക്ക് അവിടെ നിന്ന് കിട്ടും. വെള്ളത്തിൻ്റെ കണികകളൊക്കെ നമ്മുടെ കണ്ണടിയിലും മുഖത്തൊക്കെ അടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖവും വേറെ തന്നെയാണ് കേട്ടോ. നല്ല രസമായിരുന്നു അവിടെ ഇങ്ങനെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് നിൽക്കാനായിട്ട്. ചെറിയ മഴയൊക്കെ പെയ്തു തുടങ്ങിയെങ്കിലും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാനായിട്ടുള്ള ത്രില്ലിൽ തന്നെയായിരുന്നു. കുട്ടികളെ കൊണ്ടുവന്നില്ലെങ്കിലും പട്ടികളെ കൊണ്ടുവരുന്ന ഒരു കാര്യമൊക്കെ അവരെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. കുറേയധികം പേര് സോളോ ആയിട്ടും ട്രിപ്പായിട്ടും ഗ്രൂപ്പൊക്കെ ആയിട്ടൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇനിയും അടുത്തൊരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു വ്യൂ പോയിന്റ് കുറച്ചും കൂടെ ത്രില്ലിംഗ് ആയിട്ടുള്ളതാണ്. ചെറിയൊരു ഗുഹയുടെ ഉള്ളിലൂടെയൊക്കെ പോയിട്ട് വേണം നമുക്ക് ഈ വ്യൂ പോയിന്റിലേക്ക് പോകാനായിട്ട്. ഈ മഴയും വെയിലും പെട്ടെന്ന് മാറി വരുന്നുണ്ട്. അത്യാവശ്യം പല ടൈമുകളിലായിട്ട് നമുക്കവിടെ മഴവില്ല് കാണാനായിട്ടൊക്കെ പറ്റും കേട്ടോ. ഏറ്റവും അവസാനത്തെ ഒരു ഫ്രെയിമിനകത്ത് നല്ല അടിപൊളി മഴവില്ലിൻ്റെ ഒരു ഫോട്ടോയും ഉണ്ട് കേട്ടോ. അത് കണ്ടിട്ട് വേണം എല്ലാവരും പോകാനായിട്ട്. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഹൈറ്റിലേക്ക് കയറി തുടങ്ങി കേട്ടോ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ.
ഇനി നമ്മൾ അവിടെ നിന്ന് നേരെ ഗുഹയുടെ ഉള്ളിലേക്ക് കയറാണ്. ചെറിയൊരു ഗുഹയാണ്, 2-3 പേർക്കൊക്കെ ഒന്നിച്ച് കടന്നു പോകാവുന്നൊരു സംഭവം. അത്ര വലിപ്പമൊന്നുമില്ല, എങ്കിലും കുട്ടികൾക്കൊക്കെ അങ്ങനെ കടന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലമാട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ഏറ്റവും മുകളിലുള്ള വ്യൂ പോയിൻ്റ്. ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു 20ഓളം വ്യൂ പോയിൻറ്റിലെത്തിയിട്ട് വീഡിയോസ് എടുത്തിട്ടുണ്ടല്ലോ. എല്ലാ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഓരോരോ രീതിയിലാണ് ഈ വെള്ളച്ചാട്ടത്തെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുക. ഈ ഒരു രീതിയിലെത്തിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ തീവ്രമാകും, കുറച്ചും കൂടെയൊക്കെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഭയങ്കര ഹെവി ആയിരിക്കും. അങ്ങനെയൊക്കെ നല്ല രസമായിട്ട് നമുക്ക് കാണാനിടപെടും. ഞാൻ കൈയൊന്ന് നീട്ടി നോക്കി, നമുക്ക് ശരിക്കും കൈയൊക്കെ നനയുണ്ട്. എനിക്കറിയില്ല വേറെ ഏതെങ്കിലും വെള്ളച്ചാട്ടം ഇത്രയധികം സിസ്റ്റമാറ്റിക്കായിട്ട് അവർ അറേഞ്ച് ചെയ്ത് ഇത്രയധികം വ്യൂ പോയിൻറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അതിരപ്പള്ളീനെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഉള്ളത് 3 അല്ലെങ്കിൽ 4 വ്യൂ പോയിൻറ്റ്സ് ഉള്ളത്. അതിനപ്പുറത്തെ സൈഡിലേക്ക് കിടക്കാനായിട്ട് വളരെ ലിമിറ്റഡായിട്ടും പ്രത്യേക പെർമിഷനൊക്കെ എടുത്തതിന് ശേഷമൊക്കെ പറ്റുള്ളൂ. പക്ഷേ ഇവർ ചെറിയൊരു വെള്ളച്ചാട്ടം, ഒരു വെറും 30 മീറ്റർ പൊക്കമുള്ളൊരു വെള്ളച്ചാട്ടം ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്ത് അതിൻ്റെ ടൂറിസത്തിൻ്റെ മാക്സിമം പോസിബിലിറ്റീസൊക്കെ അവരെടുത്തിട്ടാണ് ഈ വെള്ളച്ചാട്ടമൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്ര ബ്യൂട്ടിഫുള്ളാണ് ഓരോ വ്യൂ പോയിൻറ്റിൽ നിന്ന് നമ്മൾ നോക്കിക്കാണുമ്പോൾ. ഇതാട്ടോ ഞാൻ പറഞ്ഞ ആ അടിപൊളി ഒരു ഫ്രെയിം എന്ന് പറയുന്നത്. നല്ല മഴവില്ലിൻ്റെ പശ്ചാത്തലത്തിൽ റെയിൻഫാൾസ് നമുക്ക് കാണുന്നത്. നല്ല മഴവില്ലിൻ്റെ പശ്ചാത്തലത്തിൽ റെയിൻഫാൾസ് കണ്ടാസ്വദിക്കുന്നത്. യൂറോപ്പ് ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും കാലാവസ്ഥകൾ ചടപടയിൽ മാറാം. ചിലപ്പോൾ നല്ല വെയിലായിരിക്കും, ചിലപ്പോൾ നല്ല മഴക്കാരായിരിക്കും, നല്ല മഴയും പെയ്യും. പക്ഷേ നല്ല രീതിയിൽ ആസ്വദിക്കാമെന്ന് കേട്ടോ. വലിയ ഡിസ്റ്റർബൻസൊന്നും ഇല്ലായിരുന്നില്ല, മഴ നന്നായിട്ട് കണ്ട് ആസ്വദിച്ച് തിരികെ പോകും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്